നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ ആരെയാണോ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. ഏത് ബന്ധങ്ങളായാലും നിങ്ങൾക്ക് ഓരോ റീഡിങ്സിലും നിങ്ങൾ ആരെയാണോ ഇന്ന് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയുടെ ഫേസ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് കൂടി കാണാൻ ശ്രമിക്കുക. അവരുമായിട്ട് നിങ്ങൾക്കറിയേണ്ടതായ ഇൻഫർമേഷൻസാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഇന്ന് നോക്കുന്നത് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്നും നിങ്ങളോട് ചെയ്ത പ്രവൃത്തികളിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് ഏത് വ്യക്തിക്ക് വേണ്ടി കാണുന്നോ ആ ടൈം മുതൽ അത് നിങ്ങൾക്ക് റെസനേറ്റായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന ഓരോ റീഡിങ്സും മാനിഫെസ്റ്റിംഗ് എനർജിയോടുകൂടിയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. വരാഹി ദേവിയുടെ മന്ത്രം ജപിച്ചുകൊണ്ടും പ്രാർത്ഥനയോടുകൂടിയും പ്രപഞ്ചത്തെയും യൂണിവേഴ്സലിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഓരോ റീഡിങ്സും നൽകുന്നത്. നിങ്ങൾ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും സമർപ്പണ ബോധത്തോടും കൂടി ഇത് കാണാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളിലെ നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും നെഗറ്റീവാകുന്ന എനർജിയെയും നിങ്ങളിൽ നിന്നും ഹീലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പോസിറ്റീവാകുന്ന കാര്യങ്ങൾ റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ ബാഡ് കർമ്മ എനർജിയെ കണക്റ്റ് ചെയ്യാൻ നിൽക്കാതെ സ്കിപ്പ് ചെയ്തു പൊക്കോളുക. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന രീതിയിലായിരിക്കാം നിങ്ങളിലേക്ക് ഇതിനകത്ത് ഓരോ എനർജിയും കണക്റ്റഡ് ആകുന്നതെന്നും മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ കിങ് ഓഫ് സോഴ്സ് ആണ്. വളരെയധികം സ്ട്രോങ്ങും സ്ട്രെങ്തും സക്സസ്സുമായ ഒരു പേഴ്സൻ്റെ എനർജി ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലൂടെ പോയാലും എപ്പോഴും ഒരു ബ്ലെസ്സിങ്സോട് കൂടി കാര്യങ്ങളെ കാണാൻ പറ്റുന്നത്, പുറമേ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഉയർച്ചയിൽ നിൽക്കുന്നതും ഈഗോയിസ്റ്റിക്കായ ഒരു പേഴ്സണുമായിരിക്കും. മാത്രമല്ല മറ്റുള്ളവരോട് മുമ്പിൽ അടിയറ പറയാത്ത അല്ലെങ്കിൽ തോറ്റു കൊടുക്കാത്ത, തൻ്റെ ഇമോഷൻസിനെ ആർക്കും മുമ്പിൽ അടിയറ വയ്ക്കാത്തൊരു എനർജിയോട് കൂടി കടന്നു പോകുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം തന്നെ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിനെ ഈ ഒരു വ്യക്തി ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിനെ കൂടി ഈ ഒരു പേഴ്സൺ വളരെ സിമ്പിളായിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നു എന്നാണ് കാണുന്നത്. വളരെ സപ്പോർട്ടും വളരെ കെയറിങ്ങും വളരെ ഇമ്പോർട്ടൻറ്റും കൊടുത്തത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ തന്നെയായിരുന്നു. നിങ്ങൾ ആ ഒരു വ്യക്തിയോടൊപ്പം നിന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് യാതൊരുവിധ വാല്യൂമോ അവരുടെ ഒരു സാന്നിധ്യമോ സപ്പോർട്ടോ ഒന്നും ലഭിക്കാതെ പോയെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിൽ പോലും തേർഡ് സിറ്റുവേഷൻസുമായിട്ട് ഇവർക്ക് വളരെയധികം ഒരു കണക്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നു. മാത്രവുമല്ല തേർഡ് സിറ്റുവേഷൻസിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ കെയറിങ് ചെയ്തതും സ്നേഹം നൽകിയതും ഇമോഷണലി എല്ലാം പൂർണ്ണത കൊടുത്തത് തേർഡ് സിറ്റുവേഷൻസിനായിരുന്നു. ശരിക്കും നിങ്ങളെ വിഡ്ഢിയാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങളോട് ആ ഒരു പ്രവൃത്തി ചെയ്തത്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു കാര്യത്തോടും പേടിയില്ലാതെ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ വളരെയധികം ക്ലാരിറ്റിയോടുകൂടി ഏത് പ്രവൃത്തി ചെയ്താലും അവിടെ നല്ലൊരു ക്ലാരിഫിക്കേഷൻ നൽകി നിങ്ങളെ കറക്റ്റ് ചെയ്ത് നിർത്താൻ പാകത്തിന് അവർക്ക് പവർ ഉണ്ടായിരുന്നു എന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇമോഷൻസ് എപ്പോഴും ഇമോഷണലി ആവുന്ന കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ പെട്ടുപോകുന്നൊരു സിറ്റുവേഷൻസ് കൂടിയാണ് കാണുന്നത് കേട്ടോ. അതായത് ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസുകളിൽ ആ ഒരു വ്യക്തിക്ക് ബലഹീനത സംഭവിക്കുന്നു. പക്ഷേ ഫിനാൻഷ്യൽ പരമായിട്ട് വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മാനേജിങ് ചെയ്യാൻ പവറുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിയുടെ. ഫിനാൻസ് ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് അതിനെ വളരെ സിമ്പിളായിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവുക. ആ വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് ഫിനാൻസ് പരമാകുന്ന കാര്യങ്ങൾ വളരെയധികം ലഭിക്കും. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാനേജിങ്
ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു വ്യക്തിക്ക് വളരെ നല്ല രീതിയിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല നല്ല രീതിയിൽ കുറുക്കൻ്റെ സ്വഭാവം എന്നൊക്കെ പറയില്ലേ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ, തന്ത്രപൂർവ്വം കാര്യങ്ങളെ കാണാൻ കഴിവുള്ള, നല്ല സ്കിൽസുള്ള, മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്ന, മാത്രവുമല്ല എല്ലാ രീതിയിലും ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു പേഴ്സൺ എവിടെ നിന്നാലും മറ്റുള്ളവരാൽ അട്രാക്റ്റഡ് ആകുന്ന, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളത് 100% ഉറപ്പാണ്. വളരെയധികം ഒരു പവർ, മാനിഫെസ്റ്റിംഗ് പവറുള്ള, അല്ലെങ്കിൽ ഒരു ഓറ ഏറ്റവും നല്ല പോസിറ്റീവായ രീതിയിൽ പ്രവർത്തിക്കുന്ന, മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്ന, ഇവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, ഇവരിലേക്ക് ശ്രദ്ധ മറ്റുള്ളവർ കൊടുത്തു പോകുന്ന തരത്തിൽ ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിത്വങ്ങളാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു പേഴ്സണും തമ്മിലുള്ള ആ ഒരു ലൈഫ് സിറ്റുവേഷൻ, ആ ഒരു ട്രാവലിങ്ങിൽ വളരെ ശക്തമാകുന്ന ഒരു കാർമിക് എനർജി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ചില വ്യക്തികളൊക്കെ വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നതും, പോയിട്ടുള്ളവരും, വിദേശത്ത് പൂർണ്ണമായും സെറ്റിലായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെയും എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റീഡിങ്സിനുള്ളിൽ. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ്സിങ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഓവറോൾ എനർജി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ അവർക്ക് കുറ്റബോധവും അതുപോലെ അവർ ചെയ്ത പ്രവൃത്തിക്ക് വളരെ ശക്തമാകുന്ന തിരിച്ചടിയും, നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ ആഴവും എല്ലാം വളരെയധികം ആഴത്തിൽ ചിന്തിച്ച് തന്നെയാണ് കടന്നു പോകുന്നത്. നിരാശയും ഒറ്റപ്പെടലും അതുപോലെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളിലും ശക്തമാകുന്ന ലോസും അനുഭവിക്കുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കേണ്ട, ഒരു ശക്തമാകുന്ന തീരുമാനം എടുക്കാൻ പറ്റാതെ ഈ ഒരു പേഴ്സൺ വളരെയധികം നിരാശ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു അൺകണ്ടീഷണൽ ലവ്, അതായത് വല്ലാത്തൊരു അട്രാക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നു. നിങ്ങളിലോ നിങ്ങളെന്ന് പറയുന്ന എനർജിയെയോ അവർക്ക് വളരെയധികം ആഴത്തിൽ കണക്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്നും നിങ്ങളെ പഴയതുപോലെ തന്നെ അവരുടേതാക്കി എടുക്കണമെന്നുള്ള ചില ചിന്തകൾ അവരെ വളരെയധികം അലട്ടുന്നു എന്നാണ് കാണുന്നത്. 9 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ശക്തമാകുന്ന തിരിച്ചടി, ശക്തമാകുന്ന ചീറ്റിങ്, അവർ പോകുന്നിടത്തെല്ലാം അവരോട് അവർ തന്നെ അവരുടെ മനസ്സാക്ഷി ചോദ്യം ചെയ്യേണ്ടി വരുന്ന രീതിയിലെ അനുഭവങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പാസ്റ്റിൽ, അതായത് നിങ്ങളോട് ചെയ്ത, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നൽകിയ ആ ഒരു കപ്പ് ഓഫ് ലവ്, അതിൻ്റെ ആഴം ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം, ആ ഒരു സാന്നിധ്യം നൽകിയിരുന്ന പോസിറ്റിവിറ്റി എന്തായിരുന്നുവെന്നും അതിന് എത്രത്തോളം വാല്യൂ നൽകേണ്ടതായിരുന്നുവെന്നും അത് എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നുവെന്നും എല്ലാം ഈ ഒരു പേഴ്സൺ ചിന്തിച്ച് ഹൃദയം പൊട്ടിക്കരയുന്ന ഒരു എനർജിയിലൂടെ തന്നെയാണിപ്പം കടന്നു പോകുന്നത്. സ്വയം കുറ്റപ്പെടുത്തുന്നു. അവരുടെ കാലം അവർക്കത് തിരുത്തി കൊടുത്തിരിക്കുന്നു. ശരിനെയും തെറ്റിനെയും എന്തായിരുന്നു ഈ ഒരു പേഴ്സൺ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു സ്ഥാനം, ഒരു മാനം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരുന്നത് ഏത് എനർജി കണക്റ്റഡ് ആയിരുന്നപ്പോൾ ആയിരുന്നു എന്നുള്ള തിരിച്ചറിവ് വരുന്നുണ്ട്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു വിയോഗം, അയാൾക്ക് പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയുടെ ഒരു വിയോഗം ഇപ്പോൾ ഈ ഒരു കറൻറ്റിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതും ഈ ഒരു പേഴ്സണ് വളരെയധികം ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വളരെയധികം ചീറ്റിങ്ങും സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് ആശ്രയമുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട് നിൽക്കുന്നു. അതെല്ലാം ആ ഒരു വ്യക്തിനെ പാസ്റ്റിലേക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പം സപ്പോർട്ടായിട്ടും ചേർത്ത് പിടിക്കാനും ഈ ഒരു പേഴ്സൺ ആരും തന്നെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിരാശയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. ആക്ഷൻ എടുക്കണം, പാസ്റ്റിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം, ഹാപ്പിനെസ്, ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി പോലെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ. എന്തു ബന്ധമായാലും നിങ്ങൾക്കിടയിൽ ഏറ്റവും ആഴത്തിലുള്ളൊരു സൗഹൃദത്തിൻ്റെ എനർജി ശക്തമായിട്ട് നിന്നിരുന്നു എന്നാണ് കാണുന്നത്. എത്ര വലിയ പ്രശ്നങ്ങളും എന്തെല്ലാം കോൺഫ്ലിക്റ്റുകൾ ഇവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം തരണം ചെയ്യാൻ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് ഇപ്പോഴവർക്കുണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന് തീർച്ചയായിട്ടും ഒരു അകൽച്ച വന്നു കഴിഞ്ഞു, നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, കൺട്രോളിങ് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. നിങ്ങളോട് ചിലപ്പോൾ ആ ഒരു വ്യക്തി വളരെ ഈഗോയിസ്റ്റിക്കായിട്ട്, വളരെ ഒരു വാല്യൂ ഇല്ലാണ്ട് വളരെ പുച്ഛത്തോടു കൂടി പെരുമാറിയിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴുമെല്ലാം നിങ്ങൾ കൊടുത്ത സ്നേഹം, ആ ഒരു ടൈമിലെല്ലാം നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം കൊടുത്തുകൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയാം നിങ്ങൾ അവോയ്ഡിങ് ചെയ്യുന്നു, നിങ്ങൾക്ക് നേരെ ഫൈറ്റിംഗ് ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ആഴത്തിൽ തന്നെ ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്യുകയും ആ ഒരു വ്യക്തിനെ നിങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്തു. നിങ്ങൾ
നിങ്ങളായിരുന്നു കാണും എപ്പോഴും ആ ഒരു പേഴ്സണെ തേടിപ്പോയിക്കൊണ്ടിരുന്നത്. അതല്ല, ആ വ്യക്തി നിങ്ങളെ അന്വേഷിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് അവരെത്ര വേദനിച്ച് മോശത്തോടു കൂടി നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്താലും, നിങ്ങളോടൊരു മത്സരിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ പോലും നിങ്ങൾക്കതെല്ലാം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് തന്നെ, ഒരു ഗുഡ് എനർജി ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ അവരോടുണ്ടായിരുന്ന സ്നേഹം വളരെ നിഷ്കളങ്കമായിരുന്നു. ചതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലായിരുന്നു. അതായത് പൂർണ്ണമാകുന്ന ഹൃദയം തുറന്ന ഒരു സ്നേഹമാണ് നിങ്ങൾ അവർക്ക് നൽകിയിരുന്നതെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഒരു പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം അവർ വിധി നേരിടുകയാണ്. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം, ഒരു ജഡ്ജ്മെൻറ്റ് ശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ക്ലാരിഫിക്കേഷൻ അവരുടെ ലൈഫിൽ വന്നു ചേർന്നിരിക്കുന്നു. പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ചില ജഡ്ജ്മെൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാവാം. എന്താണെങ്കിലും നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് അവർക്കൊരു ഇന്നർ കോളിംഗ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു റീബർത്ത് എനർജിയിലേക്ക് വരണം, പോസിറ്റീവായിട്ടൊരു ബ്ലെസ്സിങ്സോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങളും അവരും തമ്മിലുള്ള എനർജി പോയിക്കൊണ്ടിരുന്ന ടൈമിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നിലധികം വന്നപ്പോൾ അവർ മറന്നുപോയി. അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയ ഒരു എനർജിയിലൂടെയാണ് കടന്നുപോയത്. അവർക്ക് എന്തുമാവാം, അവർക്ക് എന്തോ ഒരു എക്സ്ട്രാ ഒരു അട്രാക്ഷൻ എനർജി ഉണ്ടെന്നുള്ളൊരു തോന്നൽ, അവരിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വന്ന് ചേരുമെന്നുള്ള ഒരു തോന്നൽ, അവരേതോ രീതിയിലൊക്കെ സക്സസ് ആകുമെന്നൊക്കെ തോന്നിയ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം അവരൊരു വെല്ലുവിളി അതിജീവിക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എല്ലാം ഒരു മായ പോലെയായിരുന്നു, വെറും ഒരു അഡിക്ഷൻ പോലെ ഫീൽ ചെയ്ത, അല്ലെങ്കിൽ ഇവരോട് മറ്റു സിറ്റുവേഷൻസുകൾക്ക് ഒരു അഡിക്ഷൻ തോന്നി മാത്രം ഉണ്ടായ ഒരു എനർജികളായിരുന്നു എന്ന തിരിച്ചറിവും അവർക്ക് ഇപ്പോൾ വ്യക്തമായിട്ടും വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. നിരാശയാണ്, പിന്നിലേക്ക് ചിന്തിക്കുകയാണ്. ഓരോ നിമിഷങ്ങളെക്കുറിച്ചും നഷ്ടപ്പെടുത്തിയ ഓരോ സമയത്തെക്കുറിച്ചും ഓർത്ത് അവർ വളരെയധികം വേദനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഏറ്റവും വലിയൊരു മിസ്സിങ് എനർജിയിലാണ് നിൽക്കുന്നവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തെറ്റുകൊണ്ട് സംഭവിച്ചു പോയി എന്നുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് അവർ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തു. നിങ്ങൾക്ക് യാതൊരു വാല്യം തന്നില്ല, അവർ കൊടുക്കുകയായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന്. നിങ്ങളെ പരിഹസിച്ചുകൊണ്ടും ഒറ്റപ്പെടുത്തിക്കൊണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് അവർ പൂർണ്ണമായും ഇമോഷൻസും അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് വളരെ ശക്തമായിട്ട് തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളെ യാതൊരു വാല്യം കൽപ്പിച്ചില്ല. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതെല്ലാം അവർ ബാലൻസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ തേർഡ് സിറ്റുവേഷൻസിൽ അവർ നിൽക്കുമ്പോഴും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പല എനർജികളും പല സപ്പോർട്ടുകളും അവരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവരറിഞ്ഞില്ല നിങ്ങളുടെ സാന്നിധ്യം നിലനിന്നപ്പം അവരുടെ തകർച്ച. പക്ഷെ നിങ്ങൾ അവരിൽ നിന്നും പതുക്കെ മൂവ് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ്, അപമാനിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പിന്മാറിയ ഒരു എനർജി കാണുന്നു. അതിലൂടെ അവർക്ക് അവരുടെ ബാലൻസ് നഷ്ടപ്പെട്ടു. തേർഡ് സിറ്റുവേഷൻസ് അവരെ കൺട്രോളിൽ വെച്ചിരിക്കുന്നുവെന്നും അവർക്ക് യാതൊരു രീതിയിലും ഒരു ആക്ഷനും എടുക്കാനുള്ള ഒരു വോയിസോ അല്ലെങ്കിൽ അവിടെ ഒരു എനർജിയോ ഇല്ല എന്നും നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ വളരെ ദുഃഖം അനുഭവിക്കുന്നു. അവർ വെയിറ്റിംഗ് ചെയ്യുകയാണ് കേട്ടോ. അവർക്ക് മുന്നോട്ടേക്ക് കടന്നു വരാൻ ഒരു ഭയമുണ്ട്, ഒരു പുതിയ തുടക്കം അവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ മനോബലം രൂപപ്പെടുത്തി എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇൻസ്പിറേഷൻ ഉണ്ട്, അവർക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്നൊക്കെ അവർ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അരികിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നൽകുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈഗോ മാത്രമല്ല, അവർക്കൊരു അഭിമാനം ചോർന്നു പോകുന്ന പോലെ എന്തോ ഒരു ഫസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന ഒരു എനർജിയിലൂടെ അവർ വളരെ ശക്തമായിട്ട് കടന്നു പോകുന്നുണ്ട്. കൂടാതെ തന്നെ അവരുടെ ആ ഒരു സ്വപ്നം റിയാലിറ്റി ആകുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാനൊരു ഉത്കണ്ഠ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അവർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്. ടൈം മാറും, ഒരു റൈറ്റ് ടൈം വരുമ്പോൾ, കറക്റ്റായ ഒരു സമയം വരുമ്പം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ ഒരു അവസരം കിട്ടുമെന്നുള്ള ആ ഒരു സ്വപ്നം കണ്ട് തന്നെ നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്ത് തന്നെ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം അവർക്ക് നിരാശയുണ്ട്. അവർക്ക് അവർ ചെയ്ത അവരാണ് അവരുടെ
അവർക്കടെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ബ്ലെസ്സിങ്സിൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് കളഞ്ഞത് അവർ തന്നെയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണേണ്ടിയിരുന്നു എന്നും അതുപോലെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണമായിരുന്നു എന്നെല്ലാം ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരൊരു ലീഡർഷിപ്പിംഗ് എനർജി ഉള്ള പേഴ്സൺ ആയിരുന്നു, മറ്റുള്ളവരെ റെസ്പെക്റ്റിംഗ് ചെയ്യപ്പെട്ടിരുന്ന പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇന്ന് അവർ ഇമോഷണലി അവർ വളരെയധികം ഒരു പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കർമ്മ നേരിടേണ്ടി വരുന്നു. നമ്മൾ എത്ര വലിയ ശക്തനാണെങ്കിലും എത്ര സ്ട്രോങ് എനർജി ഉള്ള വ്യക്തിയാണെങ്കിലും ബാഡ് കർമ്മ അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വീഴാൻ ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര ഉയരങ്ങളിൽ ഇരിക്കുന്ന വ്യക്തിക്കും ഒരു ബാഡ് കർമ്മ എനർജി നേരിടേണ്ടി വരും. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വന്നു ചേർന്ന് ഒരുപാട് ബ്ലെസ്സിങ്സും അബണ്ടൻസും ഒരുപാട് യൂണിവേഴ്സൽ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ. പക്ഷേ അവരുടെ വാക്കുകളും പ്രവൃത്തികളും അവരൊരു നിമിഷം അവർക്ക് സംഭവിച്ചു പോയ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് പെട്ടെന്ന് തോന്നിയ ഒരു സിറ്റുവേഷൻസിൻ്റെ ഫലമായിട്ട് അവർ ചെയ്ത ബാഡ് കർമ്മയുടെ എനർജി അവർ നേടിയിടേണ്ടി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് കൺഫ്യൂസ്ഡ് എനർജിയാണ്. ഒരു പുതിയ തുടക്കത്തിന് നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു എങ്കിൽ പോലും അവർക്ക് കൺഫ്യൂഷനാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവർ ഒരു കപ്പ് ഓഫ് ലവുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. നിങ്ങളിലേക്ക് അവർ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വന്നുകൊണ്ടേയിരിക്കുന്നു കറക്റ്റ് ടൈമിൽ. അതായത് നിങ്ങളുടേതുമാകുന്ന ഒരു പോസിറ്റീവ് ടൈം, നിങ്ങളുടെ ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു എനർജി ഹീലാവുന്നതനുസരിച്ച് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു തിരിച്ചറിവിലേക്ക് വരുന്നു നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ ഒരു അൺകണ്ടീഷണൽ ലവാണ്, ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാ രീതിയിലും അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ച് അവർ അറിയുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ തിങ്കിങ്, നിങ്ങളുടെ സിറ്റുവേഷൻസുകൾ, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇവരെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ വളരെയധികം ഇവർ അറിയുന്നുണ്ട്. ഇവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഇവർ മൈൻഡ് കൊണ്ട് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്കിങ്ങിലൂടെ നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വളരെയധികം കണക്റ്റഡ് ആകാൻ സാധിക്കുന്നുമുണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. എന്താണെങ്കിലും നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് എസ് എന്ന് തന്നെയാണ് ആൻസർ. അവർ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന, ശരിക്കും അവർ ആഴത്തിൽ പ്രെയർ ചെയ്യുന്നൊരു എനർജിയാണ് കേട്ടോ. എപ്പോഴും അവരിലേക്ക് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവർ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു വളരെ ശക്തമായിട്ടുള്ള മെഡിറ്റേഷൻസും മറ്റു കാര്യങ്ങളും അവർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഹീലിംഗ് ആവണം അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ. അവർ ആ ഒരു പാവകർമ്മത്തിൽ നിന്നും സിറ്റുവേഷൻസ് നിന്നും ഹീലിംഗ് ആവണമെന്നവർ വളരെ ആഴത്തിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു സ്ട്രെസ് റിലീഫിങ് എനർജിക്ക് വേണ്ടിയിട്ട് അവർ നല്ല പോലെ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും അവരൊരു യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ അവർ ഉടനെ ഒരു യാത്രയുണ്ടാകും, അതല്ല എങ്കിൽ അവർ എത്രയും പെട്ടെന്നൊരു യാത്രയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് ദൂരേക്ക് പോകുക, ഒന്ന് സഞ്ചരിക്കണം, ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആവണമെന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം അവരുടെ ഉള്ളിലൊരു ഒരു ധൈര്യമില്ല എന്ന് തന്നെ പറയാം. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിലേ എനർജി, അല്ലെങ്കിൽ അവർ ചെന്നപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരുമായിട്ടുള്ള ആ ഒരു അവരോട് തിരിഞ്ഞ് കാണിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്ന വളരെ ബാഡായ സിറ്റുവേഷൻസുകളെ അതിജീവിക്കേണ്ടി വരുന്നു എന്നതൊക്കെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവരോട് സംസാരിക്കുന്നവരും അവരുമായിട്ട് കണക്റ്റ് ആവുന്നവരൊക്കെ വളരെ മോശമാകുന്ന രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യേണ്ടി വരുന്ന സംസാര രീതികളിലെല്ലാം ഒരു ഡിഫറൻസ് വരുത്തുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. വളരെയധികം ഒരു ഹൈഡിങ് എനർജി, അവർക്ക് അവരുടെ ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാതെ മനസ്സിൽ ഒതുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കൂടി അവർ അനുഭവിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു സ്റ്റക്ക് എനർജിയാണ് കേട്ടോ. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡെത്തായി പോയി എന്ന്, അതായത് ബ്ലെസ്സിങ്സ് ആയിട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഡെത്തായി പോകുന്നു എന്നും അവർക്കൊരു സ്റ്റക്നെസ് സംഭവിക്കുന്നു. നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല.
എത്രത്തോളം കൺട്രോളിങ് പവർ ഉണ്ടായിട്ടും അവർക്ക് അത്രത്തോളം വിജയിക്കാൻ പറ്റുന്നില്ല. അവരൊരു സ്റ്റക്കാണ്, ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചു, ഒരു ബ്ലൈൻഡ്നെസ് ആണ്, അവർക്ക് മുന്നോട്ടേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അവരെത്രയൊക്കെ ട്രൈ ചെയ്താലും അതെല്ലാം ഒരു നെഗറ്റീവ് ആകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതുമൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുറ്റബോധം എന്നത് മുന്നും പിന്നും നോക്കാതെ വളരെ പോസിറ്റീവ് എന്ന് തോന്നി ചില സിറ്റുവേഷൻസിലേക്ക് എടുത്ത് ചാടിയതാണെന്നും അത് അവരുടെ ലൈഫിന് വളരെയധികം ഒരു ബ്ലോക്കേജ് വരുത്തി, ഒരു ബാഡ് എനർജിയിലൂടെ, അതായത് നെഗറ്റീവ് ആകുന്ന ചില ഒരു ട്രാജഡി എനർജിയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് തന്നെയാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്റ്റക്കാണ് അവർ ശരിക്കും ചീറ്റിങ്, ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ട്. അവർ തേർഡ് സിറ്റുവേഷൻസിൽ അവർക്ക് വളരെ ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചു. ശരിക്കും അവരൊരു അഡ്വൈസ്, മറ്റാരോടൊക്കെ അഡ്വൈസ് തേടേണ്ടതായിട്ടും മുന്നോട്ടേക്ക് അവർക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ അവർക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടേണ്ടതായിട്ടും സപ്പോർട്ട് കിട്ടേണ്ടതായിട്ടും അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവരുടെ മൈൻഡ് കൊണ്ട് അവർ പൂർണ്ണമായും കുറ്റബോധത്താൽ നീറുന്നു എന്ന് തന്നെ പറയാം. അത്ര ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർ വിജയിക്കാനും അവർ പല കാര്യങ്ങളിലും നേട്ടം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും എല്ലാം അവർക്ക് പരാജയം സംഭവിക്കുന്നു. കാരണം അവർ ചെയ്ത ബാഡ് കർമ്മയുടെ ഫലമാണ് അവരത് അനുഭവിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിൽ വന്ന നെഗറ്റീവ് എനർജി, ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലെ ഒരു നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ബന്ധത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞത്. അതായത് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി പോയ ആ ഒരു റിലേഷൻ പെട്ടെന്ന് തന്നെ ആദ്യം കാണിച്ച ആ ഒരു ഇമോഷൻസൊക്കെ പെട്ടെന്നൊരു കാര്യസാധ്യം, ഭൗതികമാകുന്ന ചില നേട്ടങ്ങളിലേക്ക് മാറിപ്പോയി. അത് ചിലപ്പോൾ നിങ്ങളെ ചില പ്രണയം പോലുള്ള ബന്ധങ്ങളിലൊക്കെ വെറും ഒരു സെക്ഷൽ അഡിക്ഷനിലേക്ക് മാറിപ്പോയ എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ, ആ ഒരു കുറ്റബോധം അവർ ശരിക്കും അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതല്ല, ഏത് റിലേഷനാണെങ്കിലും അവിടെ ഒരു നെഗറ്റിവിറ്റി വന്നു. അതായത് ആ ഒരു പേഴ്സണ്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടൊരു ഈഗോ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു എന്തോ ഒരു അവർക്ക് പെട്ടെന്നൊരു വൈരാഗ്യബുദ്ധി പോലെ, അതല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് ഒരു അകൽച്ച, വിരക്തി, ഇതെല്ലാം ഫീൽ ചെയ്തു. അത് അവരിൽ സംഭവിച്ചു പോയൊരു ഈഗോയുടെ ഫലമായിട്ടാണ് എന്നും നിങ്ങൾ ഏറ്റവും പ്രഷ്യസ് ആയിരുന്നു, നിങ്ങളെ ആയിരുന്നു ചേർത്ത് നിർത്തേണ്ടതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വളരെ ശക്തമായിട്ട് അറിയാം. ഒരു പ്രണയം, അതുപോലെ തന്നെ ഫാമിലി എനർജിയിലേക്ക് വരുമ്പോൾ അവരുടെ യഥാർത്ഥ സോൾ പാർട്ട്ണർ നിങ്ങളായിരുന്നു എന്നും അവർക്ക് വ്യക്തമാവുന്നുണ്ട്. എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയുള്ള, വിശ്വസ്തയോടു കൂടിയ, ചേർത്ത് നിർത്താവുന്ന ഒരു ബന്ധം നിങ്ങളുടേതായിരുന്നു എന്നവർക്ക് വ്യക്തമായും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ, റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.